ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യം വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഞാനൊരു 5 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി അത് കലങ്ങാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വീട്ടിൽ ഉമ്മയും ഉമ്മയുടെ അനിയത്തികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ പാലാണ് ആഡ് ചെയ്യുക. ഞാനും പാൽ തന്നെയാണ് ആഡ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ഇവിടെ പാല് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പാൽപ്പൊടി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം എന്നർത്ഥം, പാലോ ഓർ പാൽപ്പൊടി. ഇനി വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. ഞാൻ 2 സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. ഷുഗർ ഇട്ടില്ലെങ്കിലും അത്യാവശ്യം മധുരം അതിനുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഇനി സ്റ്റൗ ഓൺ ആക്കിയിട്ട് കട്ടല്ല ഇങ്ങനെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കുക. കൈ എടുത്തു കഴിഞ്ഞാൽ അത് അടിക്ക് പിടിച്ചാൽ പിന്നെ അത് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതുപോലെ കട്ടായി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 2-3 മണിക്കൂർ പുറത്ത് വെച്ചാൽ അത് തണുത്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ വേഗം തണുത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ AC ഇട്ടിട്ട് വെക്കുകയോ അതല്ലെങ്കിൽ ഫാനിൻ്റെ ചോട്ടി കൊണ്ടുവെക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തണുത്തിട്ടു. അപ്പോൾ അത് തണുക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഫ്രൂട്ട്സൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് മണി പോലത്തെ ഒരു ഗ്രേപ്സ് ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നീളമുള്ള ഗ്രേപ്സ് ഉണ്ട്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ആപ്പിൾ എടുത്തു. പിന്നെ ഒരു മാംഗോ എടുത്തു. 2-3 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ്. നമ്മളെ വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് എടുക്കാം. അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സുകൾ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതൊക്കെ നന്നായി കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ കലക്കിയതില്ലേ, അത് നമുക്ക് നല്ല കട്ടയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചിട്ട് ആ ഫ്രൂട്ട്സിൻ്റെ മേലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് ഇതുപോലെ തന്നെ മിക്സിയിൽ ഒഴിക്കുക, ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് പറഞ്ഞത് പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതിയെന്ന്. ഈ മിൽക്ക് മെയ്ഡിൻ്റെ മധുരം എന്തായാലും ആ ഫ്രൂട്ട് സലാഡിന് ഉണ്ടാവും. അപ്പോൾ അധികം മധുരം ആവശ്യമില്ലാത്തവർ ഈ മിൽക്ക് മെയ്ഡ് മാത്രം യൂസ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് ആ ഫ്രൂട്ട്സ് ഇങ്ങനെ നാശമാവാത്ത രീതിയിൽ പതുക്കെ സമാധാനം പോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇത് എൻ്റെ ഉമ്മയും ഉമ്മയുടെ അനിയത്തികളൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തരുന്നതാണ്. അന്ന് മുതലേ നമ്മളിതിൻ്റെ ഫാനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ മേലെ ഒരു ചെറിയും കൂടി വെച്ചെടുത്താൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.